എന്താ സതിയുടെ തുടക്കം? എവിടെ നിന്നാണ് സതി എന്ന് പറഞ്ഞ നമ്മൾ ദുരാചാരമെന്ന് നമ്മളെ ഇവർ പറഞ്ഞു പഠിപ്പിച്ച ഇതിന്റെ തുടക്കം എവിടുന്നാണെന്ന് നമ്മളെ ഏതെങ്കിലും ചരിത്രം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഇവിടെ മുഗളന്മാരും മുഹമ്മദിൻ ഗോറിയുടെ കാലം തൊട്ട് ഇന്ത്യയെ അവർ ആക്രമിക്കുമ്പോൾ അവരെന്താ ചെയ്യുന്നത്? യുദ്ധത്തിൽ തോൽപ്പിച്ച അല്ലെങ്കിൽ മുറിവേറ്റ് കിടക്കുന്നതോ മരിച്ചതോ ആയ അല്ലെങ്കിൽ തോറ്റോടിയതായ സൈനികരുടെ ഭാര്യമാരെ ലൈംഗിക അടിമകളാക്കി കൊണ്ടുപോകും. സ്വന്തം ഭർത്താവ് അല്ലെ സ്വന്തം മകൻ അല്ലെ സ്വന്തം ആങ്ങള രണഭൂമിയിൽ അടരാടി വീരചർമ്മം പ്രാപിച്ച് അവന്റെ ശവശരീരം അവിടെ കഴുകന്മാർ കൊത്തിവലിക്കുമ്പോൾ ഈ സ്ത്രീയുടെ കണ്ണീര് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ കണ്ണീര് വറ്റുന്നതിന് മുമ്പ് തന്നെ ഇവിടം ആക്രമിച്ച ഈ മുഹമ്മദിൻ ഗോറിയുടെ അല്ലെങ്കിൽ ഈ ഇസ്ലാമിക അധിനിവേശക്കാർ ഈ സ്ത്രീകളെ അന്തപുരക്കളിൽ നിന്ന് ലൈനായിട്ട് ലൈംഗിക അടിമകളാക്കി കൊണ്ടുപോകുന്ന വഴി അവളുടെ കണ്ണീര് വറ്റുന്നതിന് മുമ്പ് തന്നെ അവളെ പൂർണ്ണ നഗ്നയാക്കി ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടും. അതിലും ഭേദമാണ് തന്റെ ഭർത്താവിന്റെ മരണം അറിഞ്ഞെന്ന് സ്വന്തം ചിത ഒരുക്കിയിട്ട് അതിനകത്ത് ചാടി മരിക്കുന്നതെന്ന് ഭാരത സ്ത്രീ തീരുമാനിച്ചു. പക്ഷേ അങ്ങനെയാണെങ്കിൽ മുഗളന്മാർ ഇന്ത്യയിൽ വന്നതിന് ശേഷമാണ് രാമായണവും മഹാഭാരതമൊക്കെ എഴുതിയതെന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം മഹാഭാരതത്തിൽ പാണ്ഡു മരിച്ചപ്പോൾ പാണ്ഡുവിന്റെ ഭാര്യ മാദ്രി സതി അനുഷ്ഠിച്ചു എന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഋഗ്വേദത്തിൽ സതി അനുഷ്ഠിക്കേണ്ടത് പ്രാധാന്യത്തെക്കുറിച്ച് വിശദമാകുന്നു. അങ്ങനെയാണെങ്കിൽ ഋഗ്വേദം എഴുതിയത് 14-ാം നൂറ്റാണ്ടിന് ശേഷമാണ് എന്ന് പറയേണ്ടി വരും. ബ്രഹ്മപുരാണത്തിലും പത്മപുരാണത്തിലും സ്കന്ദപുരാണത്തിലും ഭർത്താവില്ലാതെ ജീവിക്കുന്ന സ്ത്രീക്ക് സ്വർഗം ലഭിക്കില്ല എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. യാജ്ഞവൽക്യ സ്മൃതികളിൽ ഭർത്താവിനൊപ്പം മരിക്കുന്നത് ഉത്തമയായ സ്ത്രീയുടെ ലക്ഷണമാണ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതും മുഗളന്മാർ വന്നതിന് ശേഷം എഴുതിയതായിരിക്കണം അല്ലെ? ഋഗ്വേദം 10-ാം അധ്യായം 18-ാം മണ്ഡലം 7-ാം സൂക്തം പറയുന്നത് ഈ സ്ത്രീകൾ, അതായത് പുത്രവതി ഭാര്യമാർ, നല്ല ഭാര്യമായി സുഗന്ധങ്ങളും നെയ്യും അണിഞ്ഞ് ഭർത്താവിന്റെ ചിതയിൽ എത്തട്ടെ. എങ്ങനെയുണ്ട്?